ആശുപത്രികളിലേക്ക് രോഗികൾ ഈ പൊള്ളലേറ്റവരെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും വേഗം അവരെ എത്തിക്കുക. കാരണം ഗുരുതരമായി പൊള്ളലേറ്റ ആളുകളാണ് അവിടെയുള്ളത്. അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തെടുത്ത് ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. 108 ആംബുലൻസുകൾ സജ്ജമായി അങ്ങോട്ടേക്ക് എത്താനൊക്കെയുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. കൂടാതെ ആശുപത്രികളോട് സജ്ജമാക്കി ക്രമീകരണങ്ങൾ ഒരുക്കാനും ഉള്ള നിർദ്ദേശം മന്ത്രി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി കൂടാതെ സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലോടൊക്കെ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജാണ് തൊട്ടടുത്തുള്ളത്. അങ്ങോട്ടേക്കാണ് പൊള്ളലേറ്റവരെ എത്തിക്കുന്നത്. അതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്ന വിവരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ 4 പേർ മരിച്ചു എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. 40 തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് പ്രാഥമികമായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി എത്ര പേരെ അവിടെ നിന്ന് പുറത്തെത്തിക്കാനുണ്ട്? തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദൂരെ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ്. ആ തരത്തിലേക്ക് മാത്രമേ തീ നിയന്ത്രിക്കാൻ കഴിയുന്നുള്ളൂ എന്നതാണ്. കാരണം ആ സമീപ പ്രദേശത്തേക്ക് പോകാൻ കഴിയുന്നില്ല. പൊട്ടിത്തെറികൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അതിനടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതൊരു വലിയ വെല്ലുവിളിയാണ്. ആ ഒരു ആശങ്ക അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ദൂരെ മാറി നിന്ന് കൊണ്ട് എങ്ങനെയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നത് എന്നതിൻ്റെ ആ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതൽ അങ്ങോട്ടേക്ക് എത്തേണ്ടി വരുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നേരത്തെ ശ്രീജിത്ത് ശ്രീകുമാരൻ നമ്മളെ അറിയിച്ചത് പ്രകാരം 10-12 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അവർ അവരുടെ ജോലി തുടരുകയാണ്. പക്ഷേ ഇടയ്ക്കിടെ പൊട്ടിത്തെറികൾ കേൾക്കുന്നത്, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനൊരു വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും കഴിയുന്നതും വേഗം തന്നെ ആ പൊള്ളലേറ്റ തൊഴിലാളികളെ, ആ പ്രദേശത്തുണ്ടായിരുന്നവരെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതിലേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മറ്റ് വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ പ്രദേശത്തുണ്ടായിരുന്ന കുറച്ച് ദൂരെയാണെങ്കിൽ പോലും ആ പ്രദേശത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചിലർക്കൊക്കെ പരുക്കേറ്റിട്ടുണ്ട്. ഒരു പക്ഷേ അത് നിസാര പരുക്കുകളാകാൻ ഉള്ള സാധ്യതയുമുണ്ട്. ഏതായാലും നിലവിൽ ആ തൊഴിലാളികൾ 40 തൊഴിലാളികൾ എന്നുള്ളത്, ആ കണക്കും 40 ആണോ എന്ന് നമുക്കറിയില്ല. നിലവിൽ നമുക്ക് പ്രവർത്തിക്കാത്ത ഇടമായതുകൊണ്ടും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഉള്ളത് കൊണ്ടും തന്നെ എത്ര പേര് അധികമായി അഡീഷണൽ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നടക്കം കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. അത് ഈ ലൈസൻസിയുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ എത്ര പേർ ആ സമയത്ത് അവിടെ ജോലിയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 30-ലധികം, ഏതാണ്ട് 40-നടുത്ത ആളുകൾ അവിടെ ഉണ്ട്. അങ്ങനെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം 24ാമത്തെ സാമ്പിൾ വെടിക്കെട്ടാണ്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ വളരെ കൃത്യമായി തന്നെ കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റൻ്റായി തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പേർ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.